ഈ പടത്തിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ. എല്ലാവരുമായിട്ട് ഇമോഷണലി നല്ല രീതിക്ക് കണക്റ്റ് ആവും. അതാണ് മെയിൻ അഡ്വാൻറ്റേജ്. പിന്നെ ഇതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂവിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഹാഷിർ, അലൻ അജിൻ, പിന്നെ വിനായക്, സാബിർ, അങ്ങനെ ഒത്തിരി നമ്മൾ ഇൻസ്റ്റാ റീലിലൂടെയും കണ്ടുപിടുത്തെന്ന് വെച്ചാൽ കണ്ട് പരിചിതരായ ഒരുപാട് പേരുണ്ട്. കാരണം ഡെബ്യൂട്ടൻ്റ് ആക്ടേഴ്സായ ഇവർക്ക് ഇത്രയും വലിയൊരു വരവേൽപ്പ് കിട്ടുന്നതിന് ഏറ്റവും വലിയൊരു പങ്ക് വഹിച്ചത് ഇവരുടെ എന്താണ് ജനങ്ങൾക്കിടയിലുള്ള ആ ഒരു ഇൻഫ്ലുവൻസും, അതുകൂടാതെ ഓഫ് കോഴ്സ് പടത്തിൻ്റെ സ്റ്റോറിയും. കാരണം ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട ഒരു പയ്യൻ ജനിച്ച് വീഴുമ്പോൾ തൊട്ട് അവനൊരു നല്ല നിലയിലെത്തി കുടുംബത്തിനെ പോറ്റി തുടങ്ങുന്നത് വരെയുള്ള സ്ട്രഗിൾ നല്ല അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് വലിയൊരു എക്സ്പെക്ടേഷൻ ഇല്ലായിരുന്നു പടമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ വാഴ ഫസ്റ്റ് എനിക്കൊരു ജസ്റ്റ് ആവറേജ് ഫീൽ മാത്രമായിരുന്നു പടം. പക്ഷേ സെക്കൻഡിലേക്ക് വന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മയായിട്ടാണ് പടത്തിന് പോയത്. ഒരുപാട് ഇഷ്ടമായി, നമുക്കും ഇഷ്ടമായി, എനിക്കും ഇഷ്ടമായി. കാരണം ഇമോഷണലി എല്ലാവരിലേക്കും കണക്റ്റ് ആവും പടം. പിന്നെ ആക്ടേഴ്സിലേക്ക് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ 4 പേരാണ് മെയിനായിട്ട് പറയണത്. പക്ഷെ നമ്മുടെ പിള്ളേരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അടിച്ച് തൂക്കി പടം. പിന്നെ സീനിയർ ആക്ടേഴ്സിലേക്ക് വരുമ്പോൾ നമ്മുടെ ബിജുക്കുട്ടൻ, അതേപോലെ വിജയ് ബാബു സാറ്, പിന്നെ അൽഫോൺസ് പുത്രൻ സാർ ഓഫ് കോഴ്സ്. കാരണം പുള്ളിയുടെ ലാസ്റ്റ് പടം ഗോൾഡിലും പുള്ളി ഒരു ക്യാമിയോ റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ടൈമിലൊക്കെ പുള്ളിക്ക് എന്തോ അസുഖം പോലെയും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തായിരുന്നു. പക്ഷെ പടം എല്ലാവർക്കും അറിയാമല്ലോ എങ്ങനെയാണ് പോയതെന്ന്. പക്ഷെ സർവ്വമ്മയിൽ പുള്ളി റീ എൻട്രി കൊടുത്തായിരുന്നു ക്യാമിയോ റോളിൽ. അന്നേരമൊക്കെ പുള്ളിയുടെ